നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു കൊടും കുറ്റവാളി സെല്ലിൻ്റെ ഇരുമ്പ് കമ്പികൾ അറത്തുമാറ്റുന്നു. പുറത്തിറങ്ങി മറ്റൊരു ഇരുമ്പ് വേലിയും കടക്കുന്നു. അതിനുശേഷം ഒരു മതിൽ ചാടിക്കടക്കുന്നു. പിന്നീട് വരുന്നത് 7 മീറ്റർ ഉയരമുള്ള ഒരു മതിലാണ്. സാധാരണ ഒരു മനുഷ്യന് ചാടിക്കടക്കാനോ പിടിച്ചു കയറി കടക്കാനോ ഒന്നും കഴിയാത്തൊരു മതിൽ. അതിനു മുകളിൽ 1.5 മീറ്ററോളം നീളത്തിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ കടന്നാൽ കരണ്ടടിച്ച് താഴെ വീണു പോകുന്ന അവസ്ഥ. ഇതെല്ലാം മറികടന്ന് ആ പ്രതി പുറത്തു ചാടുന്നു. പുറത്തു ചാടിക്കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പ്രതി കുറേ മണിക്കൂറുകൾക്ക് മുമ്പ് ജയിലിൽ നിന്ന് പുറത്തു ചാടിയെന്ന്. അതും കണ്ണൂർ ജയിലിനുള്ളിലെ ജയിൽ സംവിധാനമെന്ന് അറിയപ്പെടുന്ന പ്രത്യേക സുരക്ഷാ സംവിധാനമുള്ള ഇടത്തു നിന്നാണ് ഇങ്ങനെയൊരു പ്രതി ചാടുന്നത്. ചാടിയ പ്രതിയോ കേരളം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ രീതിയിൽ കുറ്റകൃത്യം നടത്തിയ ഒരു കൊടും കുറ്റവാളികളിൽ ഒരാളായ ഗോവിന്ദച്ചാമിയാണ്. നമ്മുടെ സിസ്റ്റത്തിന് ചില പിഴവുണ്ടെന്ന് പറഞ്ഞത് മന്ത്രിയാണ്, ആരോഗ്യമന്ത്രിയാണ്. സിസ്റ്റത്തിന് എവിടെയോ ചില പിഴവുണ്ടെന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. ഇങ്ങനെ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ പോലും സുരക്ഷിതരായി ഒരു സ്ഥലത്ത് സൂക്ഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ജയിൽ സിസ്റ്റം മാറിയോ? 1-2 ഇടത്ത് ഉണ്ടായ പിഴവല്ല ഇത്. പല ലെയറുകളിൽ ഉണ്ടായ ഒട്ടേറെ പിഴവുകൾ ചേരുമ്പോഴാണ് ഒരു ഗോവിന്ദച്ചാമിക്ക് പുറത്ത് ചാടാൻ കഴിയുന്നത്. പിടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളാകെ 8 മണി മുതൽ ഈ വാർത്ത തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുമ്പോഴും ഗോവിന്ദച്ചാമിയുടെ ഏറ്റവും പുതിയൊരു ചിത്രം പോലും നൽകാൻ ജയിൽ വകുപ്പ് തയ്യാറായില്ല. ഏതോ കാലത്തെടുത്ത ഒരു ചിത്രം. അത് കണ്ടാൽ ഇപ്പോഴത്തെ ഗോവിന്ദച്ചാമിയുമായി എങ്ങനെയാണ് സാമ്യം എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു ചിത്രമാണ് നൽകിയത്. പുതിയ ചിത്രം അവരുടെ പക്കൽ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ മാധ്യമങ്ങൾ ചോർന്നു കിട്ടിയ ഏറ്റവും പുതിയ ചിത്രം അപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ചു. കണ്ണൂരിലെ ജനങ്ങളാകെ ജാഗ്രതയോടുകൂടി കാത്തുനിന്നു. ഒടുവിൽ ഗോവിന്ദച്ചാമി പിടിയിലായി. അങ്ങനെ മാധ്യമങ്ങൾ ഇത്രയേറെ വാർത്തകൾ നൽകിയില്ലായിരുന്നുവെങ്കിൽ, അത്രത്തോളം കേരളത്തിലെ ജനങ്ങളെല്ലാം ഇതറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഗോവിന്ദച്ചാമിക്ക് അനായാസം രാവിലെ 9:15 റോഡിലൂടെ നടന്നു പോകാൻ കഴിയുമെങ്കിൽ അനായാസം രക്ഷപ്പെടാനുള്ള വഴിയും ആ കൊടും ക്രിമിനൽ കണ്ടെത്തിയേനെ. നമ്മുടെ സിസ്റ്റത്തിൽ ഇത്തരം പിഴവുകളുണ്ടോ? അത് പരിഹരിക്കേണ്ടേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്തു നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ അഹമ്മദ് ബാവ, ഒട്ടേറെ സുരക്ഷാ ലെയറുകളൊക്കെയുള്ള ഒരു ജയിൽ, അവിടെ തന്നെ അതീവ കുറ്റവാളികളെ, അത്തരം കൊടും കുറ്റവാസനയൊക്കെയുള്ള കുറ്റവാളികളെ പ്രത്യേകമായി താമസിപ്പിക്കുന്ന പ്രത്യേകമായ സെൽ, അവിടെ നിന്നാണ് ഗോവിന്ദച്ചാമി എന്ന ക്രിമിനൽ രക്ഷപ്പെട്ടത്. നമ്മുടെ സിസ്റ്റത്തിൽ ഗൗരവമായ പിഴവുകളുണ്ടോ? ഹലോ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഒരു കാര്യത്തിലല്ല, എല്ലാ സിസ്റ്റവും തകരാറായി കിടക്കാണ്, പിഴവായി കിടക്കാണ്. ഇനിയിപ്പൊ ആഭ്യന്തരമന്ത്രി എന്തെങ്കിലും തൊള്ള തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ജയിലിലെ സിസ്റ്റം തകരാറാണെന്ന് പറയും. ഇത് ജയിലിലുള്ള ഒരു പ്രതി അല്ലെങ്കിൽ ആ പ്രതി ആയിട്ട് ഉള്ളവരെ ജയിലിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും വിധത്തിൽ കൈമണി അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പുറത്ത് കടക്കാനും പറ്റും. ഇത്രത്തോളം 1.5 മാസത്തോളമായിട്ട് അതിനുള്ള ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് ജയിലിലുള്ളവരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാല് സിസ്റ്റത്തിനല്ല ഇതിന്റെ തകരാറ്. ആ തകരാറ് എന്തിനാണ് എന്നുള്ളത് ഇങ്ങനത്തെ പൊതുവേദിയെ പോലെയുള്ള ഒരു നല്ല ഒരു ചാനലില് മാന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലിൽ കൂടി അഹമ്മദ് ബാബ പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷെ എനിക്ക് സാറ് ഒരു ചെറിയൊരു ചോദ്യമുണ്ട്. 13 വർഷവും 14 വർഷമായി നമ്മളിൽ നിന്ന് സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഈ വിധത്തിൽ ഉപദ്രവിച്ച് കൊന്നിട്ടുള്ള ഇയാളെ നമ്മൾ തീറ്റിപ്പോറ്റുന്നു. ഇന്നിപ്പോ നാട്ടുകാർ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഗോവിന്ദച്ചാമി രക്ഷപ്പെടുമായിരുന്നല്ലോ, അല്ലേ? അപ്പൊ ഇത്രത്തോളം തീറ്റിപ്പോറ്റുമ്പോ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ആ സിസ്റ്റത്തിന് ഇന്ന് നമ്മളെ നികുതി പണത്തിൽ നിന്ന് എത്രത്തോളം പണം പോകും? ഈ മേജർ രവിയോട് പല കാര്യത്തിലും വിയോജിപ്പുള്ള ആളാണ് ഞാൻ. പക്ഷെ മുൻപൊരിക്കൽ മലപ്പുറം തിരൂര് വെച്ചിട്ട് ഒരു 3 വയസ്സായ ഒരു നാടോടി പെൺകുട്ടീനെ കൊണ്ടുപോയിട്ട് ഒരുത്തനെ ഉപദ്രവിക്കാൻ നോക്കി അവനെ പിടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഓൺ ദ സ്പോട്ട് ഷൂട്ട് എന്ന്. അതുപോലെ ചെയ്യണം ഇവരൊക്കെ. ഇനി എന്തിന് തീറ്റിപ്പോറ്റിയാണ്? ശ്രീ അഹമ്മദ് ബാബ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷിനോജ് കുമാറാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ഷിനോജ് കുമാർ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് അതീവ സുരക്ഷയുള്ള ജയിൽ. ആ സുരക്ഷയുള്ള ജയിലിൽ തന്നെ
10ാം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ജയിലിനുള്ളിൽ മറ്റൊരു ജയിൽ, അങ്ങനെയുള്ള സംവിധാനമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഒരു കൊടും ക്രിമിനൽ അനായാസമായി ജയിൽ ചാടി പുറത്തു പോയത്. എന്താണ് നമ്മുടെ സിസ്റ്റത്തിന് സംഭവിക്കുന്നത്? സിസ്റ്റത്തിന്റെ തകരാറല്ലല്ലോ, സിസ്റ്റം ഒക്കെ ക്ലിയർ ആണ്. സിസ്റ്റം ക്ലിയർ ആയതുകൊണ്ടാണല്ലോ പ്രതിയെ മണിക്കൂറുകൾക്ക് പിടിക്കാൻ പറ്റിയത്. ശ്രീ ഷിനോജ്, സിസ്റ്റം ക്ലിയർ ആയതുകൊണ്ടൊന്നും അല്ല പ്രതിയെ മണിക്കൂറുകൾക്കകം പിടിക്കാൻ കഴിയത്. പ്രതിയെ പിടിക്കാൻ കഴിയത് കേരളത്തിലെ മാധ്യമങ്ങളാകെ ഇത് വാർത്ത 8 മണി മുതൽ തുടർച്ചയായി നൽകിയതുകൊണ്ടും ജനങ്ങളാകെ ജാഗ്രതയോടെ നിന്നതുകൊണ്ടും അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതുകൊണ്ടും അവിടെ പോലീസ് കൂടി ഇടപെട്ട് അതുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞു. അല്ലാതെ വലിയൊരു മെച്ചം കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞാന്ന് പറയല്ലേ? അല്ലല്ല, പോലീസിന്റെ മെച്ചം അവിടുത്തെ നാട്ടുകാരെല്ലാം നമ്മളെ പോലെയുള്ള നാട്ടുകാരെല്ലാവരുടെയും മെച്ചം തന്നെയാണ്. അതുകൊണ്ട് അല്ലാതെ പല സിസ്റ്റത്തിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ചാടില്ലല്ലോ. അല്ലല്ല, സിസ്റ്റം തകരാറിലൊന്നല്ല. പ്രതി ഇപ്പൊ ഇത് രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് 1.5 മാസം, ഒരു 2 മാസത്തോളായി. ശരീരം അരിയാഹാരം കഴിക്കാതെ ശരീരം മെലിപ്പിക്കുന്നു. ഗോതമ്പ് മാത്രം, ചപ്പാത്തി മാത്രം തിന്ന് ശരീരം മെലിപ്പിച്ച് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയല്ല ഇത് പ്രതി രക്ഷപ്പെടുന്നത്. കൊടും കുറ്റവാളി എന്ന് പറഞ്ഞാൽ കൊടും കുറ്റവാളി തന്നെയാണ്, അതിലൊന്നും യാതൊരു സംശയമില്ല. ഈ സിസ്റ്റം നല്ല ക്ലിയറും, സിസ്റ്റം ഇത്തരത്തരം പോലീസും മാധ്യമങ്ങളും ജനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അല്ലേ പ്രതിയെ ഷിനോജ്, എന്റെ ഒരു സംശയം ഇതാണ്, ഇങ്ങനെ പുറത്തിറങ്ങിയാൽ ജനങ്ങൾക്ക് അപകടം ഉണ്ടായത് ഒരു കൊടും കുറ്റവാളിയെ ആ ജയിലിനകത്ത് തന്നെ പുറത്തു ചാടാതെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ജയിൽ സംവിധാനം? അതെ, ആ ജയിൽ സംവിധാനത്തിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. കുഴപ്പം കണ്ണൂർ ജയിലിനെ കുറിച്ചുള്ള കഥകളൊക്കെ ഒരുപാട് വാർത്തകളുമൊക്കെ ഒരുപാട് ഞാനും നിങ്ങളുമൊക്കെ വായിച്ചിട്ടുള്ളതാണല്ലോ. അത് കണ്ണൂർ ജയിലിനെ പറ്റി നിങ്ങളെ പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ, ഒരു വലതുപക്ഷ മാധ്യമക്കാരാണോ ഇയാളെ ഇപ്പൊ ചാടിച്ച് പുറത്തി അടിച്ചത്? അല്ലല്ലോ, അതേ കണ്ണൂർ ജയിൽ വലിയ സുരക്ഷയാണെന്ന് പറഞ്ഞ ജയിലിൽ നിന്നല്ലേ അയാൾ പുറത്തിയാടിയത്. നിങ്ങളെ പോലെയുള്ള വലതുപക്ഷ ഏത് വലതുപക്ഷ മാധ്യമങ്ങളാണ് ഇവിടെ ചാടിച്ചത്? ഷിനോജ്, ന്യായീകരിക്കുന്നതിനൊക്കെ ഒരു ചെറിയൊരു ഇത് വേണ്ടേ? തകരാറിലാക്കാനും ഏത് സിസ്റ്റവും തകരാറിലാക്കി കാണിക്കാൻ നിങ്ങളെ പോലെയുള്ള അപ്പൊ ഷിനോജ് പറയുന്നത് സിസ്റ്റം എല്ലാം കൊള്ളാം, നമ്മുടെ ജയിലൊക്കെ ഇങ്ങനെ കൊള്ളാം, ഇങ്ങനെയൊക്കെ മതി, ഏത് ഗോവിന്ദചാമിക്കും ചാടിപ്പോകാം, അത് ശരിയാണെന്നല്ലേ ഷിനോജ് വാദിക്കുന്നത്? നിങ്ങളെ പോലെയുള്ള വലതുപക്ഷം ഞങ്ങളെപ്പോലുള്ള വലതുപക്ഷമാണോ ഇടതുപക്ഷമാണോ മറ്റേ പക്ഷമാണോ താങ്കൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഗോവിന്ദചാമി ചാടിയതും കേരളത്തിലെ മാധ്യമങ്ങൾ ചാടിച്ചതെന്ന് ഇനി പറയാതിരുന്നാൽ മതി. നിങ്ങൾ ഈ ഗോവിന്ദസ്വാമിനെ പിടിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഗോവിന്ദചാമി പുറത്തു പോയാളെ പിടിച്ചതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. രാവിലെ ഒരു ഫോട്ടോ തന്നെ ഇവിടുന്ന് ജയിലിൽ തന്നൊരു ഫോട്ടോ ഏതായിരുന്നു? പോലീസ് തന്നൊരു ഫോട്ടോ ഏതായിരുന്നു? അയാൾ ഏതോ കാലത്തേക്കുന്ന ഒരു ഫോട്ടോ അല്ലേ പുറത്തു വിട്ടത്? അയാളുടെ ഒരു പുതിയ ഫോട്ടോ എങ്കിലും പുറത്തു വിടാൻ കഴിഞ്ഞോ? നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളെ ഒറ്റിക്കൊടുക്കും. ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പിടിക്കപ്പെട്ടത്. ആ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഷിനോജ് പിടിക്കപ്പെട്ടത്. മാധ്യമങ്ങൾ ജാഗ്രതയോടെ ഒരു വാർത്ത കൊടുത്തോണ്ടാണ് ജനങ്ങൾ പുറത്തിറങ്ങി തപ്പിക്കൊണ്ട് നിന്നത്. അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നത് മാധ്യമങ്ങളെ വാർത്ത കണ്ടോണ്ടാണ്. ആ ദൃക്സാക്ഷി പറഞ്ഞത് കേട്ടില്ലേ? സ്വന്തം മാതാപിതാക്കളെ വരെ അത് ചെയ്യും നിങ്ങളെപ്പോലുള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത്. ഏത് കാര്യത്തിനും നിങ്ങൾ ന്യായം പറയില്ല, ന്യായീകരിക്കും. എന്നിട്ട് മാധ്യമങ്ങളാണോ ചാടിച്ചത്? നിങ്ങളെ പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഷിനോജ് ചാടിച്ചാരാന്ന് പറ? മാധ്യമങ്ങളാണോ ചാടിച്ചത്? ചാടിച്ചത് ഈ കൊടും ക്രിമിനൽ. ആര് ചാടിച്ച? അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലേ അതിൽ? പങ്കുണ്ടെങ്കിൽ ആ പങ്കുള്ള ശിക്ഷ ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചു. ഉപ്പ് തിന്നവർ എങ്ങനെ അവരെങ്ങനെ വെള്ളം ഇന്ന് പോയായിരുന്നെങ്കിൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞായിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നല്ലോ. അതെല്ലാം കിട്ടും. എന്റെ എവിടെ നാണമില്ലല്ലോ പറയാൻ. ഒരു ജയിലിൽ നിന്ന് ഇത്രയും സുരക്ഷയുള്ളടുത്ത് ചാടിച്ചിട്ട് ഞങ്ങളുടെ സിസ്റ്റം എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് എങ്ങനെ കഴിയുന്നു ഷിനോജ് താങ്കൾക്ക് ഇങ്ങനെ? അല്ല സഹോദര, നിങ്ങളെപ്പോലെ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ. ഞങ്ങൾ എന്ത് കുത്തിത്തിരിപ്പാണ്? ഞങ്ങളാണോ ഇയാളെ ചാടിച്ചത്? മാധ്യമങ്ങളാണോ ചാടിച്ചത്? ഞങ്ങളല്ല കണ്ണൂർ ജയിൽ നിയന്ത്രിക്കുന്നത്. കണ്ണൂർ ജയിൽ നിയന്ത്രിക്കുന്നത് ഈ സർക്കാരാണ്, ജയിൽ വകുപ്പാണ്. ആ കണ്ണൂർ ജയിലിന്റെ സമിതി ഭരിക്കുന്നത് കൂടുതൽ പേരും ഭരണപക്ഷ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങളുമാണ്. അതുകൊണ്ട് ചിലപ്പോ അത് ഒറിജിനൽ ഫോട്ടോ പുറത്തു വിടാതെ ചിലപ്പോ പ്രതിയുടെ ഒറിജിനൽ ഫോട്ടോ പുറത്തു വിടാത്തത് ബുദ്ധിപരമാണെന്ന് താങ്കളുടെ ബുദ്ധിക്ക് ഞാൻ ഒരു വലിയ നമസ്കാരം പറയുന്നു ശ്രീ ഷിനോജ്. പ്രതിയെ എന്നോ കാലത്ത് തിരിച്ചറിയാൻ കഴിയാത്തൊരു ഫോട്ടോ പുറത്തു വിട്ടിട്ട് പറയുകയാണ് അത് മാധ്യമങ്ങൾ അത് കുത്തിത്തിരിപ്പുണ്ടാക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ ഫോട്ടോ തിരിച്ചുവിടാൻ. എങ്ങനെയാണ് പറഞ്ഞോളൂ. പ്രതിയുടെ സുരക്ഷയെ കരുതിയാണെങ്കിലോ? ശരി, നല്ല സുരക്ഷയാണ്. സമ്മതിച്ചു ഷിനോജ്. നല്ല വാദങ്ങൾ, ഇത്തരം വാദങ്ങൾ തന്നെ ജനങ്ങളോട് പറയണം. ശരി, ഇത്തരം വാദങ്ങൾ ഇനിയും കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം സൂക്ഷിച്ചു വെച്ച് മറ്റുള്ളവരോട് പറയുന്നത് നല്ലതായിരിക്കും. ശരി ഷിനോജ്. ശരി, അത് നല്ല വാചകമാണ്. വാചകം പറയാൻ പറ്റുന്ന ന്യായീകരണമാണ്. ശരി, ഓക്കെ. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഷിനോജിനെ പോലെയുള്ളവർ പറയുന്നത് സിസ്റ്റം ക്ലിയർ ആണ്. ഈ പ്രതിയുടെ പുതിയ പടം പുറത്തു വിട്ടു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യും, അതുകൊണ്ടാണ് പുറത്തു വിടാതിരുന്നത്. പഴയ ഏതോ കണ്ടാൽ തിരിച്ചറിയാത്ത പടമൊക്കെ പുറത്തു വിട്ടത് അതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്.
അത് തന്നെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടാ. ആ അലവലാതിയെ ഇത്രയും നേരം സംസാരിപ്പിക്കാൻ അനുവദിക്കേണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരാളെ അങ്ങനെ പറയരുത് ശ്രീ അതുകൊണ്ടല്ലേ ഉണ്ണികൃഷ്ണൻ. ക്ഷമിക്കാൻ അത് മോശമാണ്. നമ്മള് താങ്കൾക്ക് അയാളെ വിമർശിക്കാൻ പറയാം, അതെല്ലാം ചെയ്യാം. പക്ഷെ ഒരാളെ മോശം വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല. താങ്കൾ ആ വാക്ക് എന്തായാലും പറഞ്ഞുതരാം. അവന്റെ വീട്ടിലും അമ്മയും പെങ്ങളും ശ്രീ ഉണ്ണികൃഷ്ണൻ, ഞാനൊരു കാര്യം പറയാം. താങ്കൾക്ക് മാന്യമായി കാര്യങ്ങളെ വിമർശിക്കാൻ പറയാം. അതിന് അവരുടെ വീട്ടിൽ അമ്മയുണ്ടോ പെങ്ങളുണ്ടോ എന്നുള്ളത് വിഷയമല്ല, അത് മറ്റു വിഷയം. അത് താങ്കൾ പറഞ്ഞാൽ താങ്കൾ പൂർണ്ണമായും തെറ്റാണ്. താങ്കൾ അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. അത്തരം വാക്ക് പിൻവലിച്ചിട്ട് താങ്കൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ പറയാം. അത് വിട്ടേക്കൂ. അപ്പൊ ഞാൻ പറയുന്നേക്കൂ, മറ്റുള്ള അവിടെ കിടക്കുന്ന ഇതിനെക്കാളും കൊടും കുറ്റവാളികൾക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നിരന്തരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമാണ് യവനെ പോലുള്ള ഈ സ്വാമിമാര് ഈസി ആയിട്ട് ഒന്നര കൈയും വെച്ചും കൊണ്ട് പുറത്തേടി പോകുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഈ സിസ്റ്റങ്ങളെല്ലാം അവിടെ എന്നേ ഇത് അവിടെ താറുമാറായി കിടക്കണം എന്നുള്ളത് കേരളത്തിലും ഈ ലോകത്ത് ഇവിടുന്ന് വിദേശത്ത് പോയിരിക്കുന്നവരൊക്കെ വരെ അറിയാം. അവർക്ക് പാർട്ടിക്ക് വേണ്ടി കൊന്നും കൊലപാതകവും എല്ലാം ചെയ്യുന്നവർക്ക് അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി സുഖിക്കുന്നതിനേക്കാളും അതിഭയങ്കരമായ സുഖ ജീവിതമാണ് അവിടെ കിട്ടണമെന്നും ആ സുഖം അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ചെന്ന് കയറി കൊലപാതകത്തിൽ അങ്ങോട്ട് പോയി ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന നൂറുകണക്കിന് സഹാക്കന്മാരും ഉണ്ട്. ഒന്നര കൈയും ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുകുമാരൻ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് കേരളത്തിന് അത്യന്തം നാണക്കേടുണ്ടാക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സാറേ, പോലെ മാധ്യമങ്ങൾ ഇന്ന് പിടിക്കാൻ കഴിയില്ല. ഒരു പോലീസുകാരന്റെ കഴിവല്ല ഇന്ന് പിടിച്ചത്. ഇനി ആ അമ്മേന്റെ കഴിവിൽ കാണണം, കോടതി കാണണം. അതിന് കൃത്യമായിട്ട് ശിക്ഷ കോടതി കൊടുക്കണം. അതാണ് എന്റെ അഭിപ്രായം. കാര്യമായിട്ട് മാധ്യമങ്ങളെ കഴിവന്നെ ഇന്ന് പിടിച്ചത്. കണ്ടേ, ഇതിനു മുമ്പ് പറഞ്ഞത് വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലേ? അത് ശരിയായ വാദമല്ല അയാൾ പറഞ്ഞത്. പറഞ്ഞത് വെറും തെറ്റായാല്. ഇനി ഏത് പാർട്ടി ആയിക്കോട്ടെ, ശരിയല്ല. അത് ശരിയല്ല. ഇന്നത്തെ മാധ്യമങ്ങൾക്ക് ഏറ്റവും വലിയ മുൻഗണന പോലീസുകാരല്ല. ഒന്നര കൈയും പറ്റി ഇത്രയും വലിയ ഉയരത്തിന്റെ മതിൽ അടിക്കലേ അയാൾക്ക് ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അത് കോടതി ഇന്ന് കാണണം, തിരിച്ചറിയണം. അതിന് ശരിക്കും ഇത് ശിക്ഷ കൊടുക്കണം കോടതി. ആ അമ്മേന്റെ കണ്ണീരിന്ന് കാണണം, കോടതി കാണണം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ ഏലിയാസ്, ഒരു കൊടും കുറ്റവാളിയെ ജയിലിൽ ഏത് കുറ്റവാളി ആയിക്കോട്ടെ, ജയിലിൽ ഓരോരുത്തരെയും വിടുന്നതിന് ജയിലിൽ ചില നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് സമയത്തൊക്കെ പാറാവ് നടത്തണം, എങ്ങനെ നടത്തണം, എത്ര മണിക്കുള്ളിൽ അവരെ ഇതിൽ കയറ്റണം, ഓരോരുത്തരുടെയും മുറി ഓരോ ദിവസവും പരിശോധിക്കണം. ഈ മുറിയുടെ ഈ കമ്പികളോ മറ്റു ആയുധങ്ങളോ എന്തെങ്കിലും ആരെങ്കിലും രഹസ്യമായി ഒളിപ്പിച്ച് മുറിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ, മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിക്കാൻ കൃത്യമായി തന്നെ ജയിൽ മാനുവലിലെല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുള്ളതാണ്. അവിടെ അത്തരം ഒരു പരിശോധനയും നടന്നില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ കൂറ്റൻ കമ്പിയൊക്കെ അങ്ങനെ ഒരു ദിവസം അരമണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ചൊരച്ച് കീറാവുന്ന കമ്പിയല്ല ജയിലിൻ്റെ സെല്ലുകൾക്കൊന്നും ഉള്ളത്. അതും ഈ കൊടും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന സെല്ലുകൾക്കുള്ളത്. അതെല്ലാം പുറത്തു കൊണ്ടുവരുമ്പോൾ എവിടെയൊക്കെയോ ചില മറ്റുള്ളവരുടെ പങ്ക് അങ്ങനെയൊക്കെ ചിലർക്ക് സംശയിക്കാൻ ഉള്ള ഇട കൂടി നൽകുന്നതല്ലേ? ശ്രീ ഏലിയാസ്, കേൾക്കാമോ? പറഞ്ഞോളൂ. ശ്രീ ഏലിയാസിന്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമില്ലായിരുന്നു. സിസ്റ്റത്തിന് ഇത് കുഴപ്പത്തിലാക്കിയതാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് ഒരു സ്റ്റേറ്റിൽ നടക്കാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നത്. ആ അദ്ദേഹത്തിനാണെങ്കിൽ താടി വളർത്താനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. ജയിൽ ചാടിയിട്ട് എത്രയും മണിക്കൂർ അയാൾക്ക് ഈ രാജ്യം വിടാനുള്ള സമയം കഴിഞ്ഞാണ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അതും കഴിഞ്ഞിട്ട് കൊടുത്ത ഫോട്ടോ ഒരുത്തരും കണ്ടുപിടിക്കാത്ത രീതിയിൽ താടി ഇല്ലാത്തൊരു ഫോട്ടോ കൊടുത്തിരിക്കുന്നു. നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു കൊടുത്തു. നിവൃത്തിയില്ലാതെ പോലീസിന് നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ച് നാട്ടുകാർ ഇളകിയപ്പോൾ ആ കൂട്ടത്തിൽ നിൽക്കേണ്ട ഗതികേടാണ്. അതല്ല പോലീസിന്റെ മഹത്വമൊന്നുമല്ല. ഇതെല്ലാം നാട്ടുകാരുടെ രീതിയിലാണ് ഇത് നടത്തിയത്. ഒരു കഷ്ടം പിടിച്ച ഒരു ഇടപാടായിപ്പോയി സാറേ. പിന്നെ യൂട്യൂബിൽ പ്രചരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തുറന്നു വിട്ടിട്ട് ഇയാളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉദ്ദേശമായിരുന്നെന്ന് യൂട്യൂബിലൊക്കെ പ്രചരിക്കുന്നത് ശരിയാണെന്ന് അറിയത്തില്ല. എല്ലാം കാണുന്ന കൂടുതൽ ആളുകൾ എന്നെല്ലാം പറയും ഏത് പ്രതിയായാലും തുറന്നു വിട്ട് വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് പറയുന്നൊന്നുമല്ല. അവര് പിണറായിക്ക് പേരെടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് യൂട്യൂബിൽ കിടക്കുന്നത്. അങ്ങനെ ആളുകളൊക്കെ പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട, ആർക്കും എന്തും വിളിച്ചു പറയുന്നതിന് അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അതങ്ങനെ പറയുന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തനം നടത്തുന്നവരും അല്ലാത്തവരും ഒക്കെ നിറഞ്ഞതാണ് ആ മേഖല. ആ മേഖലയിൽ അങ്ങനെ ഒരുപാട്. ശരി, ശ്രീ വിനീഷാണ് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിനീഷ്, കണ്ണൂരുകാരനായ വിനീഷ്, എന്താണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുണ്ടായ ഈ അതീവ ഗുരുതരമായ കേരളത്തിനാകെ നാണക്കേടായ
ഈ ജയിൽ ചാട്ടത്തെക്കുറിച്ച് പറയാനുള്ളത്? വിനീഷ് അല്ല, ദിനേശാണ്. ദിനേശ്, ക്ഷമിക്കണം, ദിനേശ് പറഞ്ഞോളൂ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു സാധാരണ തടവുകാരനൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് ചാടാൻ പറ്റുന്ന ഒരു ജയിലല്ല. ഇപ്പൊ ശക്തമായ അതിനുള്ളിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ചാടാൻ പറ്റിയത്. അതിന് സപ്പോർട്ട് ഉണ്ടെന്ന് പറയാൻ കാരണം ഇദ്ദേഹം സുപ്രീം കോടതിയിൽ വരെ ഒറ്റയ്ക്ക് പോയ ആളാണ്. അപ്പൊ ഇയാൾക്ക് പുറത്തുള്ള സംരക്ഷണം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സുപ്രീം കോടതിയിൽ വരെ ഈ കേസ് കൊണ്ട് പോകാൻ പറ്റുന്ന ഒരാൾക്ക് തൊട്ടടുത്തുള്ള ഒരാളെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. അതാണ് അവര് നിസ്സാരവൽക്കരിച്ചു. മറ്റുള്ള തടവുകാരെ പോലെ ഇയാളെ കണ്ടു. അതാണ് ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി മാറിയത് ഇപ്പോൾ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ ജയിൽ വകുപ്പിന്റെ സിസ്റ്റത്തിനും ഇങ്ങനെ ഗുരുതരമായ തകരാറോ പിഴവോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? കിരൺ സാറേ നമസ്തേ. നമസ്കാരം. ഗോവിന്ദചാമിയെ പോലുള്ള കൊടും കുറ്റവാളികളെ സുരക്ഷിതമായി ജയിലിൽ പാർപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അവരത് കൈകാര്യം ചെയ്തോളും. അതായത് പേ പിടിച്ച നായയെ പോലെയാണ് ഇയാളെ ജനങ്ങൾ കാണുന്നത്. എന്നാൽ ആളൂരിനെ പോലെയുള്ള ചില ജന്മങ്ങൾ മാത്രമാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അകത്തും പുറത്തുമുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം സാർ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വഴിമാറുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരാളെ, അയാൾ കുറ്റവാളിയാണ്, അതും പ്രത്യേക മാനസികാവസ്ഥയുള്ള ഒരു കൊടും കുറ്റവാളിയാണെന്നൊക്കെ അറിയാം, അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ആരൊക്കെയോ സൗകര്യം ചെയ്തു കൊടുത്ത് അയാളെ ജയിലിൽ ചാടിച്ചതുപോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണെന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഇത് സാങ്കേതികമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച അല്ലത്. ഇത് ജയിൽ ഉദ്യോഗസ്ഥരുടെ ശക്തമായ പിന്തുണ, അതായത് രക്ഷപ്പെടാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. നാട്ടുകാർ ഇയാളെ തിരിച്ചു പറഞ്ഞു, അങ്ങനെ മീഡിയനെ വിവരം അറിയിച്ചു, അങ്ങനെ പോലീസിൽ എത്തിച്ചു. അതല്ലെങ്കിൽ ഇയാള് എത്തേണ്ടോടത്ത് എത്തിണ്ടായിരുന്നു. സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞാൽ പറഞ്ഞ അറിയാവുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ജയിലിന്റെ ഉള്ളിൽ ഒന്നാമത് ഇയാളെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പാർപ്പിച്ച ബ്ലോക്കിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞൊരു പ്രത്യേക സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ പിന്നെ CCTV വർക്ക് ചെയ്യില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇനി അഥവാ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് അലർട്ട്, ഒരു അലാറം വെച്ച് പിന്നെ സൈറം ഒക്കെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജയിലിനകത്തൊരു മതിലുണ്ട്. ആ മതിൽ കഴിഞ്ഞിട്ട് പുറത്ത് ഇദ്ദേഹത്തെ ഒരു 30 അടിയോളം ഉയർന്ന ഒരു മതിലാണെന്നാണ് പറയുന്നത്. ഞാൻ മുമ്പ് കൂടെ ഒക്കെ പാസ് ചെയ്തിട്ടുള്ളൂ, എനിക്കറിയില്ല. അതിന്റെ മേലെ ഒരു കമ്പി വേലി, ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തത്. ഈ 30 അടി ഉയർന്ന ഒരു മതിലിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ 6 അടിയോളം ഉയരം വരുന്ന ഒരാള്, ഒരു കയ്യിലുള്ള ഒരാള് വേണ്ട പറന്നു പോയെന്ന് കൂട്ടാം. പക്ഷെ അതിന്റെ മുകളിലൊക്കെ നമുക്ക് ഷോക്കടിക്കില്ലേ? അത് ഒഴിവാക്കിയിരിക്കണം. അപ്പൊ ഇതിന്റെ വെച്ചിട്ട് രക്ഷപ്പെടാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തിട്ട് ഇപ്പൊ ജനങ്ങൾ അത് പിടിച്ചു കൊടുത്തപ്പോ ഇയാളെ പിടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. പിന്നെ ഇദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ അറിയാമല്ലോ, ഇദ്ദേഹത്തിന്റെ ശിക്ഷയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഇപ്പൊ സെഷൻസ് കോടതിയിൽ വധശിക്ഷയ്ക്ക് വിളിച്ച ആളാണ്. ഹൈക്കോടതി ചെന്നപ്പോ ആ വധശിക്ഷ തിരിവെച്ചു. സുപ്രീം കോടതി ചെന്നപ്പോ ഇവർക്ക് സർക്കാർ അറിയാമല്ലോ, ഇവർക്ക് ഈ വധശിക്ഷയ്ക്ക് എതിരാണ് ഇവർ. കാരണം പ്രാകൃതമായ ശിക്ഷ എന്ന് പറഞ്ഞതിന്റെ പേര് ഇവർ ബബ്ബാന്ന് അടിച്ച് പ്രോസിക്യൂഷൻ, അങ്ങനെ അത് ഈവരുണ്ടായി വന്നു. ഇപ്പൊ എന്താ വെച്ചാൽ ഈ ജയിലുകളൊക്കെ നടക്കുന്ന ഇതൊക്കെ തന്നെയാണ്. പൈസ ഉള്ളവർക്ക് ഒരു സംവിധാനം, രാഷ്ട്രീയ സംവിധാനം വേറെ. രാഷ്ട്രീയ സംവിധാനമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇരട്ട ജീവപരന് കിടന്നവർ പോലും അമ്മയ്ക്ക് കാട്ടുമുട്ടിലാന്ന് കൊണ്ട് വരവ് കൊടുക്കുന്ന ഒരു കാലമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെ എത്തുള്ളൂ. ഇപ്പോൾ കാമുകനെ വിഷം കൊടുത്ത, പിന്നെ സ്ഥിരം കട്ടിയല്ലേ, കാമുകന് വിഷം കൊടുത്തു എന്നൊരു കുട്ടി ഇപ്പൊ പിന്നെ ജീവപരന് ശിക്ഷിച്ചപ്പോ നിലവിലുള്ള കാമുകനോട് പറഞ്ഞെന്തായിരുന്നു, നമുക്ക് 12 വർഷം കൊണ്ട് ജീവിക്കാം. അപ്പൊ നമ്മുടെ നിയമങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലൻ, നമുക്ക് വിനോദാണ് പുനലൂരിൽ നിന്നാണ് ചേരുന്നത്. വിനോദിലേക്ക് കടക്കും മുമ്പേ 1-2 യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഒന്നും പറയാനില്ല, നാണം കെട്ട സിസ്റ്റം, ഇവനെയൊക്കെ തീറ്റിപ്പൊറ്റാതെ കുറ്റം തെളിഞ്ഞാൽ ഷൂട്ട് അറ്റ് സൈറ്റ് അതാണ് വേണ്ടതെന്ന് സുനിൽകുമാർ പറയുന്നു. ഇവിടെയും ന്യായീകരണ തൊഴിലാളി ഉള്ളത് കഷ്ടം തന്നെ എന്ന് പറയുന്നു. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന പോലീസുകാർക്ക് നാണമില്ലേ, പിന്നെ എന്ത് ഡ്യൂട്ടിയാണ് അവർക്ക് ജയിലിലുള്ളത് എന്ന് ചോദിക്കുന്നു. സുനിൽകുമാറാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്തത് ജാക്ക് ഡാനിയലാണ്. ലെറ്റ് പോലീസ് വിൽ ഗോ ആൻഡ് ഡു എനി അതർ ലോ ക്ലാസ് വർക്കേഴ്സ് ലൈക്ക്. അത് മോശപ്പെട്ടൊരു വാക്ക് കൂടി. അത് അങ്ങനെയല്ല, ഏത് തൊഴിലും മഹത്തരമായ തൊഴിലാണ്. പ്രത്യേകിച്ച് അത്തരം തൊഴിലുകളെക്കുറിച്ച് ഗാന്ധി അടക്കം പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് പൂർണ്ണമായും ജാക്ക് ഡാനിയൽ, അത് തെറ്റാണ്. താങ്കളത് ഉപേക്ഷിക്കണം, അത് പിൻവലിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുരളീധരൻ നായരാണ്.
കിരണിന് യോജിക്കാൻ കഴിയില്ല, എന്നാലും പറയട്ടെ. ഇവൻ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ ആയിരുന്നെങ്കിൽ എൻകൗണ്ടർ എന്ന പേരിൽ ഒരു മെഴ്സി കില്ലിംഗ് എന്നേ നടത്തിയേനെ എന്ന് പറയും. അത് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് മുരളീധരൻ നായർ, അത് കറക്റ്റാണ് താങ്കളുടെ നിരീക്ഷണം. സാധാരണ താങ്കൾ എതിരായ നിരീക്ഷണം നടത്തുന്നതാണ്. ഏത് കുറ്റവാളിയായാലും ശിക്ഷ എന്താണോ, നമ്മുടെ പരമോന്നത കോടതി രാജ്യത്ത് നീതി ന്യായം നിലനിൽക്കുന്ന ഒരു കോടതിയാണ്, ഒരു വ്യവസ്ഥയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഒരാൾക്ക് എന്ത് ശിക്ഷയാണോ നൽകുന്നത് ആ ശിക്ഷ നൽകുക എന്നുള്ളതാണ് ശരി. അല്ലാതെ ഒരാളെ അടിക്കുക, ഇടിക്കുക, കൊല്ലുക എന്നുള്ളതല്ല. അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹം കാണും, സ്വാഭാവികമായും നമ്മുടെ വികാരം അങ്ങനെ വരും. കൊടും ക്രൂര കുറ്റവാളികളൊക്കെ വെടിവെച്ച് കൊല്ലണം, തൂക്കിക്കൊല്ലണം എന്ന ആഗ്രഹം കാണും. പക്ഷേ കോടതി അങ്ങനെയാണോ ശിക്ഷിച്ചത്? കോടതിയുടെ ശിക്ഷ അത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം, അതാണ് വേണ്ടതും. സുനിൽകുമാർ അത് എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. ഇത് CPMകാർ ചെയ്ത പണിയാണെന്ന് വിജയ നായർ പറയുന്നത്. അതെങ്ങനെയാണ് ജയിച്ച പണിയാണെന്ന് പറയുന്നത്? അതെങ്ങനെയാണ്? എന്തായാലും CPMന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ കൈകാര്യം ചെയ്യുന്നൊരു വകുപ്പിലുണ്ടാകുന്നൊരു വീഴ്ച എന്തായാലും CPMമാർ ചെയ്യാനുള്ള സാധ്യതയില്ലല്ലോ. അങ്ങനെയല്ല, CPMന് അതിൻ്റെ നാണക്കേടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെയ്യിച്ചാണെന്ന് എങ്ങനെയാണ് പറയുന്നത് മനസ്സിലാവുന്നില്ല. ശ്രീ വിനോദ് പുല്ലൂരാണ്. ശ്രീ വിനോദ്, താങ്കൾ പറഞ്ഞോളൂ. സാറേ, നമ്മളെ കണ്ണൂർ എന്ന് പറഞ്ഞൊരു പ്രത്യേക സാഹചര്യത്തിന്റെ രാഷ്ട്രീയത്തിൽ കൂടെ പോകുന്ന സാഹചര്യം അവിടെ ഉള്ളത്. ഈ പറഞ്ഞ കറണ്ട്, ആ ഫെൻസിങ് യഥാർത്ഥത്തിൽ ഒരു മാസം 1.5 മാസം മുമ്പോട്ട് അത് വർക്കിംഗ് അല്ലെന്ന് പറയുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ഒന്നുകിൽ ഏതെങ്കിലും വേറെ കുറ്റവാളികൾക്ക് ഒന്ന് ചാടിക്കേറിയൊക്കെ പോയിട്ട് വരാനുള്ള സാഹചര്യത്തിനായിരിക്കും അങ്ങനെയൊക്കെ അത് ഓഫ് ചെയ്ത് വെച്ചിരുന്നെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇത്രയും നാളും അങ്ങനെ കറണ്ടിന്റെ സിസ്റ്റം അവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഈ പുള്ളി അതിൽ കയറി ചാടുമായിരുന്നു. അപ്പോഴേ ഷോക്ക് അടിച്ച് താഴെ വീഴത്തില്ലായിരുന്നു. അത് സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ കുഴപ്പം. രണ്ടാമത്തെ കുഴപ്പം, ക്യാമറ വർക്ക് ചെയ്തില്ലെന്ന് പറയുന്നു. അല്ലെ കുറെ സ്ഥലത്ത് 139 140 ക്യാമറ ഉണ്ടെന്ന് പറയുന്നു. അതിലിരുന്നവർ ഒരാൾ ഉറങ്ങിപ്പോയെന്ന് പറയുന്നു. അയാൾക്ക് രാവിലത്തെ ജോലി ഉറക്കവും രാത്രിത്തെ ജോലി ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ പറഞ്ഞ ക്യാമറ ടെക്നീഷ്യന്റെ ജോലി, ആ സിസ്റ്റത്തിൽ ഇരിക്കുന്നവരുടെ ജോലി. അത് അയാൾ കറക്റ്റായിട്ട് ചെയ്തില്ല. ഈ 2 പേര് അത് കറക്റ്റായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം കറണ്ട് പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് കറക്റ്റായിട്ട് കറണ്ട് പ്രവർത്തിക്കാൻ നോക്കേണ്ട അവരുടെ ഇലക്ട്രിക്കൽ ടീമിന്റെ ജോലിയാണ്. അതും ഇത്രയും കൊടും കുറ്റവാളികൾ പാർപ്പിച്ചേക്കുന്ന ജയിലില്. അപ്പം കണ്ണൂരില് സംബന്ധിച്ച് പറയുന്നത്, അത് നമ്മൾ പ്രത്യേകത അതിനെ ആക്ഷേപിച്ച് പറയല്ല, കണ്ണൂരിനെ ആക്ഷേപിക്കുമല്ല, അതിൻ്റെ അകത്ത് പാർപ്പിക്കുന്നവർ കുറെ പേര് രാഷ്ട്രീയ സ്വാധീനം കുറെ പേര് അതിൽ കാണും. ചിലപ്പം വല്ലവരും വീഡിയോ വാങ്ങിക്കാനും ചാടാനൊക്കെ വേണമെങ്കിൽ ഒരു ഓഫ് ചെയ്തുമായിരിക്കും. അങ്ങനെ സംഭവിച്ചിടാന്നില്ല. പക്ഷേ ഇതിന്റെ സിസ്റ്റം അങ്ങനെ ഒരു ജയിലിലെ മതിലിൻ്റെ മുകളിലുള്ള വൈദ്യുതി വേലിയൊക്കെ വീഡിയോ എടുക്കാൻ പോകാൻ ഓഫ് ചെയ്തിടും എന്നറിയില്ല. ഇനി എന്തായാലും അത് കറണ്ട് ഇല്ലായിരുന്നു. എങ്ങനെയാണ് അത് കറണ്ട് ഇല്ലാതിരുന്നത്? കറണ്ട് ഇല്ല എന്നത് 100% അതിലൂടെ കറണ്ട് വരില്ല എന്നുള്ളത് ഗോവിന്ദചാമിക്ക് അറിയാമായിരുന്നു എന്നതുകൂടി അതിനകത്തുണ്ട്. ഇനി ഗോവിന്ദചാമി ഓഫ് ചെയ്തതാണോ, മറ്റാരെങ്കിലും ഓഫ് ചെയ്ത് കൊടുത്തതാണോ, അതോ കറണ്ട് ഇല്ലാതിരുന്ന കാര്യം ഗോവിന്ദചാമി മറ്റ് ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ അറിഞ്ഞതാണോ? എങ്കിൽ എന്തുകൊണ്ട് അത് കറണ്ട് ഇല്ലാതെ ഇരുന്നു? എങ്കിൽ പിന്നെ എന്തിനാണ് ഇലക്ട്രിക് ഫെൻസിങ് അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ, കറണ്ട് അതിനകത്ത് പാസ് ചെയ്ത് വിടുന്നില്ലെങ്കിൽ. എന്തായാലും അങ്ങനെയുള്ള പിഴവെല്ലാം ഉണ്ടായിട്ടുണ്ട്, അത് വ്യക്തം തന്നെയാണ്, ഒരു സംശയവുമില്ല. ശ്രീ പ്രമോദാണ് എറണാകുളത്ത് നിന്നും. ശ്രീ പ്രമോദ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു കുറ്റവാളിയെ ഒരു ജയിലിനുള്ളിൽ പാർപ്പിക്കുമ്പോൾ അയാൾ ജയിൽ ചാടാതെ സൂക്ഷിക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം? സാർ, അതെ, അതിനകത്ത് ഈ സിസ്റ്റത്തിന്റെ ഒരു ടോട്ടലി ഒരു കുറ്റമായിട്ട് നമുക്ക് പിന്നെ രേഖപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാൽ അതിനകത്തേക്ക് ഉദ്യോഗസ്ഥന്മാർക്കും അതിൽ ഇതിന്റെ പിന്നിൽ ഒരു കോൺഫറൻസ് ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഒരു രൂപരേഖ നമുക്കിപ്പോ പരിശോധിച്ച് ഫിസിക്കലായിട്ടുള്ള രൂപരേഖ പരിശോധിക്കാൻ മനസ്സിലാവും. ഇങ്ങനെ ഒരു താടിയും വളർത്തി ഒരു ജയിലിൽ അതിൻ്റെതായ ചട്ടങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം ഷേവ് ചെയ്ത് ഇതിന്റെ വെരിഫിക്കേഷൻ ഇതൊക്കെ ബോഡിയിലും അതിന്റെ വ്യതിയാനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത്തരം ഒരു ഇയാൾ ഇത്ര നാള് ഇതിന് പ്രിപ്പയർഡ് ചെയ്തിട്ട് ഇത് കണ്ടെത്തുന്നതിനും ഇത് യഥാർത്ഥ രീതിയിൽ ശ്രദ്ധയിൽപ്പെടുന്നതിനും ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച നന്നായിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത ഒരു സംഭവമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് സിസ്റ്റം ടോട്ടലി പരാജയമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് അതിനകത്തില്ല. പക്ഷെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച ഇതിനകത്ത് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ ഇവിടെ നമുക്ക് ആദ്യത്തെ വിധി ഇവിടുത്തെ കോടതികളിൽ വന്നത് തൂക്കിലേറ്റാനാണ് വിധി വന്നത്. പക്ഷെ സുപ്രീം കോടതി പോയപ്പോ ഈ വിധി മാറിയത് ഈ ഒറ്റക്കൈ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വാദത്തിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. പക്ഷെ ഇപ്പൊ ഇയാൾ ഇരുത്തിരിക്കുന്ന ഈ ഇത്രയും വലിയൊരു മതിൽ ചാടി കടക്കാനും അത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ ഒറ്റക്കൈ വെച്ചിട്ട് ഇത്രയും ഇയാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു യുവതിയെ അതിബ്രൂട്ടലായിട്ട് വധിക്കാനായിട്ട് ഇയാൾക്ക് സിമ്പിളായിട്ട് സാധിക്കും എന്നുള്ളത് ശരിക്കും മെൻഷൻ ചെയ്യേണ്ടതാണ്.
കാരണം ഇത്രയും സാഹസികമായിട്ട് ഇത് ചെയ്തിട്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവിടെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അത് മാത്രമല്ല, ഈ ജയിലിൽ കൊടുക്കുന്ന ഈ ഭക്ഷണങ്ങളൊക്കെ നേരെ സ്കൂളിൽ കൊടുത്തിട്ട് ഈ സ്കൂളിൽ കൊടുക്കുന്ന ഈ കഞ്ഞിയും പയറൊക്കെ ഉണ്ടല്ലോ, അത് നേരെ ജയിലിലേക്ക് ആക്കണം. അപ്പൊ ഇവന്റെയൊക്കെ എല്ലിന്റെ കുത്തണ അത് പകുതി അങ്ങോട്ട് മാറും. കാരണം ബിരിയാണിക്ക് വേണ്ടി പ്രതിഷേധം ഉറപ്പിച്ചവനാണ് ഈ ഗോവിന്ദച്ചാമി എന്ന് നമുക്ക് ഇടണ്ടേ. എന്നിട്ട് ഇപ്പൊ സാറ് നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ ശരിയാണ്. ഇവന്റെ ഫോട്ടോ രാവിലെ കാണിക്കുന്നത് ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്ന ആ ഒരു ഫോട്ടോ കാണിച്ചിട്ടാണ്. നമ്മൾ ഞെട്ടിപ്പോയി, സംഭവം ഇവൻ തന്നെയാണോ എന്നുള്ളത്. കാരണം നമ്മൾ ഇവരെ കണ്ടിരിക്കുന്ന ഒരു രൂപമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ജയിലിലെ സർക്കാരിന്റെ ഫുഡൊക്കെ കഴിച്ച് സിനിമാന്റെ ലുക്കിലിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇവന് ഇത്ര ഇതായത് ഇതിനു വേണ്ടി ബ്രില്യന്റ് ആയിട്ടുള്ള പ്രാൺ വർക്കൗട്ട് ചെയ്തിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ശരി, താങ്കൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ്. സുപ്രീം കോടതിയിൽ അടക്കം വന്നപ്പോൾ പറഞ്ഞതാണ് ഇയാൾക്ക് ഒറ്റ കൈകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നതിൽ ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വധശിക്ഷ ഒഴിവാക്കുന്നതിനൊരു ന്യായമായി പറഞ്ഞതാണ്. ഒറ്റ കൈകൊണ്ട് 7 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കടക്കാനും ഈ ഒറ്റ കൈകൊണ്ട് സെല്ലിൻ്റെ കമ്പികൾ ഒക്കെ മുറിച്ചു മാറ്റാനും അതൊക്കെ അകറ്റാനും ഒക്കെ കഴിയുന്ന ഒരാൾക്ക് ഒരു ദുർബലയായ സ്ത്രീയെ ഈ തരത്തിലേക്ക് ആക്രമിക്കുന്നതിന് മറ്റേതെങ്കിലും തെളിവ് വേണ്ടതില്ല. അതടക്കം ചൂണ്ടിക്കാട്ടി വീണ്ടും നിയമപരമായി സാധ്യതകളുണ്ടെങ്കിൽ അതടക്കം പരിശോധിക്കേണ്ടത് തന്നെയാണ്. വളരെ വാലിഡായ ഒരു പോയിന്റ് കൂടിയാണ് ചൂണ്ടിക്കാട്ടിയത്. അതിൻ്റെ നിയമസാധ്യതകളൊക്കെ നിയമവിദഗ്ധരാണ് പറയേണ്ടത്. ശ്രീ രമേശനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രമേശൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എവിടെയൊക്കെയോ ചില പിഴവുകൾ നമ്മുടെ സിസ്റ്റത്തിലില്ല, അല്ലെങ്കിൽ ഈ ഒരു പിഴവോ 2 പിഴവോ കൊണ്ട് ഇങ്ങനെ ഒരാൾക്ക് ചാടാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ലെയറിലെങ്കിലും ഉറച്ചൊരു പരിശോധന ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് ഈ ചാട്ടം സാധ്യമാകുമായിരുന്നില്ല. തീർച്ചയായിട്ടും സാറേ, തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മോറൽ സപ്പോർട്ട് ഉണ്ടെന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഏഴ് മദർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ മദറിന്റെ മേളിലും വീടിന് മേളിലൊക്കെ ഒരു വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമുക്കറിയാം ഒരു കയ്യിൽ ഇപ്പൊ തന്നെ അയാളെ പിടിച്ചു എന്ന് പറയുന്നത് വലിയ ബ്രില്യൻസ് ഒന്നും അല്ല. എന്തായാലും അദ്ദേഹത്തിന്റെ കയ്യിന്റെ ഒരു ഷോർട്ടേജ് കൊണ്ട് മാത്രം പിടിച്ചതാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പിടിക്കാനൊന്നും പോലില്ല. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇവർ പ്രസന്റ് ചെയ്ത ഫോട്ടോസും ഇയാളും തമ്മിൽ അതിഗജാന്തര വ്യത്യാസമുണ്ട്. ഒരു കാരണവശാലും പിടിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൈപ്പത്തി മാത്രം അദ്ദേഹത്തിന് ഇല്ലായിരുന്നെങ്കിൽ പിടിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇത് കൈയിന്റെ നല്ലൊരു ഭാഗം ഇല്ലാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞതാണ്. അറിയാവോ? അത് വളരെ ശരിയാണ് ശ്രീ രമേശൻ. ഈ കൈ ഇല്ലാതിരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അതൊരു വലിയ അടയാളമാണ്. അത് മറയ്ക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ രണ്ടാമത് തലയിൽ ഒരു ചാക്കുകെട്ടുമായി പോകുമ്പോഴും ആ ഒടിഞ്ഞ കൈ, മുറിഞ്ഞ കൈ ചാക്കിനുള്ളിലേക്ക് കടത്തി വെച്ചിട്ട് കൈ ഉള്ള മട്ടിലാണ് അയാൾ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ മുഖം കണ്ടാൽ പോലീസുകാർ രാവിലെ തന്ന പടവും ഇപ്പോൾ പിടിക്കപ്പെട്ട പ്രതിയുടെ പടവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നത് വിശദമായി കുത്തിയിരുന്ന് പരിശോധിക്കേണ്ടി വരും. മാധ്യമങ്ങളടക്കം ഏറ്റവും പുതിയ പടം നൽകുമ്പോഴും പോലീസുകാർ നൽകിക്കൊണ്ടിരുന്ന അങ്ങനെയല്ല, പഴയ പടമാണ് ഔദ്യോഗികമായി നൽകിയത്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു കുറ്റവാളിയെ പോലും ജയിലിനുള്ളിൽ തന്നെ അയാളെ സുരക്ഷിതനായി ഇടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിർത്തുന്നത്? നമസ്തേ സാർ. നമസ്കാരം സാറേ, ഇദ്ദേഹത്തിന്റെ ഇതിൽ നമ്മൾ നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ തൂക്കുമരമാണ് അവർക്ക് അർഹമായ ശിക്ഷ. പക്ഷെ അത് ഏതോ ഒരു പഴുതിന്റെ ഇതില് അത് തൂക്കുമരം കിട്ടാതെ പോയി. പക്ഷെ അത് വിധിച്ച ജഡ്ജിയുടെയും കോടതിയുടെയൊക്കെ വലിയൊരു വീഴ്ചയായിട്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഈ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരെ ഇപ്പൊ നമ്മൾക്കറിയാം, അന്ന് ഡൽഹിയിൽ നിന്ന് ഒരു വക്കീൽ വന്ന് ഇപ്പൊ ആളൂരാനുമല്ല വേറെ വക്കീലും വന്നിട്ട് വാദിച്ചത്, പിന്നെ ഞങ്ങൾക്ക് ഇത്ര മുതൽ ഇത്ര സ്ഥലം വരെ ആണ് മോഷണം നടത്താനും കൊള്ളയടിക്കാനുമുള്ള ഒരു കോടതി വന്ന് പറയുന്നത്. അപ്പൊ ആ പറയുന്ന വക്കീലിനെ ഉൾപ്പെടെ പിടിച്ച് അകത്തിടാനുള്ള ഇതില്ലേ? ഇതൊക്കെ ഒരു കച്ചവട രാഷ്ട്രീയമായിട്ട് വ്യവസായമായിട്ടാണ് ഇന്ന് ഈ നിയമം ഇതിലേക്ക് മാറുന്നത്. ഇതൊക്കെ വലിയ പിന്നെ കുറ്റകരമായ ഇത് ഇതേപോലുള്ള വക്കീലന്മാർ വരെ ചെയ്യുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പം ഒരു പൗരനെന്നുള്ള നിലയിൽ ഇത്തരം ഭരണഘടനയിലെ മറ്റു ഈ നിയമപരമായിട്ടുള്ളതിനൊക്കെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. പിന്നെ ജയിലിൽ ഇപ്പൊ അനേകം കുട്ടികൾ ഇവിടെ പരീക്ഷ എഴുതി ജോലിക്കായി കാത്തുനിൽപ്പുണ്ട്. അവർക്ക് എന്തുകൊണ്ട് ഇത്തരം പോസ്റ്റുകളിലൊക്കെ നിയമിച്ചുകൂടാ? ഒത്തിരി ഇതില്ലേ? എവിടെയൊക്കെ നമുക്ക് രാജ്യത്തിൽ ഇപ്പൊ ഞാനും സാറും അല്ലെങ്കിൽ മറ്റു സഹോദരിമാരെല്ലാം ഇറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല പോലീസിന്റെ ഇത് വേണം. പക്ഷെ നമ്മുടെ കേരള പോലീസ് ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ തന്നെ മാതൃകയാണ്. ഇപ്പൊ കുറച്ച് കുഴുക്കുത്തുകളുണ്ട്, അതെല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ മാധ്യമ പ്രവർത്തകരായാൽ തന്നെ അവിടെ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇത്തരം പ്രവർത്തകരുടെ ശക്തിയും
പിന്നെ നല്ല കഴിവും കൊണ്ടാണ് നമ്മുടെ ഈ കേരളം അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങളും മറ്റതിലും പെട്ടെന്ന് കണ്ടുപിടിക്കാനും അധികം നടക്കാത്തതുമൊക്കെ. അപ്പം നമുക്ക് ഒരിക്കലും ഒരു പോലീസിന്റെ മൊത്തത്തിലുള്ള വീഴ്ചയായിട്ടൊന്നും ഇതിനെ കണ്ടുകൂടാ. പക്ഷെ ഇതിനെ കൂട്ടുനിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് ഉള്ളത് തീർച്ചയാണ്. പക്ഷെ അവർക്ക് കർക്കശമായ ശിക്ഷ കൊടുക്കേണ്ടത് അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ ജയിലിലെ തെളിവെടുപ്പ് കഴിഞ്ഞ് ഗോവിന്ദചാമിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന തത്സമയ ദൃശ്യങ്ങൾ. കമ്പി തെളിവെടുപ്പ് കഴിഞ്ഞ ഗോവിന്ദചാമിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. എങ്ങനെയാണ് നീ വിളിച്ചേ? ശ്രീ കണ്ണനാണ്, ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കണ്ണൻ, ക്ഷമിക്കണം, ശ്രീ ഗോപാലകൃഷ്ണനാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇങ്ങനെ ജയിലിൽ നിന്ന് ഒരാൾക്ക് ഇത്ര അനായാസമായി ചാടി പുറത്തു കടക്കാൻ കഴിയുക? എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തുടർച്ചയായി ചിത്രങ്ങൾ നൽകുകയും ജനങ്ങൾ ജാഗ്രതയോടുകൂടി നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടും ഇയാൾ ചാടിയ സമയം നേരം വെളുക്കാൻ ആയ സമയമായതുകൊണ്ടുമൊക്കെ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു, നമുക്ക് തിരികെ പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ അനായാസമായി എങ്ങനെയാണ് ഒരാൾക്ക് അവിടെ നിന്ന് ചാടാൻ കഴിയുക? മറ്റുള്ളവരുടെയൊക്കെ ഒത്താശ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായം, ഒരു മനഃപൂർവ്വമോ അല്ലാതെ പിഴവുകൾ ഇതിൽ ഉണ്ടായിട്ടില്ലേ? നമസ്കാരം. നമസ്കാരം. ഞാനിത് കേട്ടപ്പോൾ സത്യത്തില് പേടിച്ച് കിടക്കായിരുന്നു. കാരണം ഡയാലിസിസ് കിടക്കയിലാണേ. ഭാര്യ മരുന്ന് വാങ്ങിക്കാൻ പുറത്തേക്ക് പോയിരിക്കായിരുന്നു. അപ്പോഴാ ഗോവിന്ദചാമി ജയിലിൽ ചാടിയെന്നുള്ളത്. പേടിക്കാൻ വേറെ വല്ലതും വേണോ? പറഞ്ഞോളൂ. അപ്പോ ഇത് യാതൊരു സംശയമില്ല. എന്താ എല്ലാവിധ സഹായങ്ങളും കിട്ടിയിരിക്കുന്നത് യാതൊരു കാര്യം സംശയമില്ല. കാരണം എന്താ, അത്ര ഉയരമുള്ള മതില്, അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സപ്പോർട്ട് കിട്ടിയെന്ന് യാതൊരു സംശയമില്ല. അതിന് എല്ലാവിധ സഹായം അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശരി. ശ്രീ പ്രമോദാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രമോദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാറേ, എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല, എല്ലാവരുടെയും ഒരു ഒത്താശ ഇല്ലാതെ ഒരിക്കലും ഇത് നടക്കൂല. കാര്യം എന്ന് പറഞ്ഞാൽ സാറ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ തന്നെ പോലീസിലൊക്കെ കയറുന്നവരെങ്ങനെയാണ് അതിൽ ജോലിക്ക് കയറുന്നത്? ഫിസിക്കലായിട്ട് അവർ രണ്ട് കൈ ഉപയോഗിച്ച്, അല്ലാതെ ഒരാൾക്ക് ഒരു ഇത്രയും പുസ്തകമായിട്ടുള്ള ഒരു ഇതിൽ ഒരു കൈ വെച്ച് നമുക്ക് കയറാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായും അത്തരം സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാണ് 7 മീറ്റർ ഉയരത്തിലുള്ള ഒരു ഇതിലേക്ക് ചാടി കയറുന്നത് എന്നൊക്കെയുള്ള. നമ്മൾ മുകളിലോട്ട് പിടിച്ച് വലിച്ചാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ചുറ്റിക്കയറി പോവാൻ നമ്മൾ പാമ്പോ ഒന്നും അല്ലല്ലോ. അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് സാറേ ഇതില്. ഈ പറഞ്ഞ എന്റെ അഭിപ്രായം എന്താ പറഞ്ഞാൽ, ഇതില് ഇപ്പൊ അവിടെ ഡ്യൂട്ടിയിലുള്ള എല്ലാരെയും 6 മാസത്തിൽ ഒരിക്കൽ മാറ്റിക്കൊണ്ടിരിക്കണം ജയിൽ വകുപ്പിലെ. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഈ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് കുറയും, ഈ ജയിൽ പുള്ളികളും പോലീസുകാരും ആയിട്ടുള്ള. പലരും സ്ഥിരമായി മാറ്റങ്ങളൊന്നും ഇല്ലാതെ അവിടുത്തെ കണ്ണൂരിൽ തന്നെ നിൽക്കുന്നവരാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്.
അതെ, എത്രത്തോളം എല്ലായിടത്തും ശരിയുണ്ട് അങ്ങനെ എന്ന് ചെയ്ത് കൃത്യമായി അറിയില്ല, കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെ ഒരു ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമല്ല ഒരു മിംഗ്ലിംഗ് പോലീസുകാരും അവരുടെ ഡ്യൂട്ടി നോക്കി പോകും. ഇപ്പോ തിരിച്ചാണ് സംഭവിക്കുന്നത്. അവിടെ പോലീസുകാർ അകത്തും എന്നുള്ള ഒരു രീതിക്കാണ്. ശരി, ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതൽ ലെയർ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് ഈ 10-ാം നമ്പർ ബ്ലോക്കിന്. ആ ബ്ലോക്കിൽ നിന്നാണ് വളരെ അനായാസമായി ഗോവിന്ദച്ചാമി എന്ന ഒരു കൊടും ക്രിമിനൽ പുറത്തു ചാടി പോയത്. നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് കണ്ണൂർ സെൻട്രൽ ജയില് നേരിട്ട് അറിയുന്ന ആളാണ്. ഈ ജയിൽ സിസ്റ്റം തീർത്തും തകരാറിലാണ്. കാരണം 2011 ഫെബ്രുവരി 1-ാം തീയതി ഒരു പാവം പെൺകൊച്ചിനെ കൊന്ന അവനെ തൂക്കിലേറ്റേണ്ട സമയം കഴിഞ്ഞുപോയി. ഇത് ആരോടാണ് ഇത് പറയേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ നിയമം, നമ്മുടെ വ്യവസ്ഥിതി, ആ അമ്മയുടെ കണ്ണുനീര് ആര് കാണുവാൻ? ഇനിയും വൈകരുന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇത് തീർത്തും അനാസ്ഥയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് തീർത്തും പിരിച്ചുവിടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, എവിടെയാണ് ഈ സിസ്റ്റത്തിൽ പിഴവ് സംഭവിക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. സിസ്റ്റത്തിന്റെ കുഴപ്പമൊന്നുമില്ല. ഈ സിസ്റ്റം നല്ല സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇത് സർക്കാരിന്റെയും ജയിൽ വകുപ്പിന്റെയും പരാജയം തന്നെയാണ് 100% ഇന്ന് കണ്ണൂരിൽ ജയിൽ ഡി ജി പി എത്തേണ്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ അവർക്ക് ഒന്നുമില്ലെങ്കിലും കൃത്യമായി കാര്യങ്ങളൊക്കെ നടത്താമായിരുന്നു. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ, ന്യൂസ് 18 പറയുന്നത് പോലെ തന്നെ 10-ാം നമ്പർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്രയും സേഫായിട്ട് സൂക്ഷിക്കേണ്ടുള്ള സ്ഥലമാണ്. അവിടുന്ന് ഇങ്ങനെ ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരു കുറ്റവാളി ഒരാളുടെയും സഹായമില്ലാതെ ഒരു കാരണവശാലും പുറത്തു വരില്ല. ഞാൻ കണ്ണൂരിനെ ആക്ഷേപിക്കുകയല്ല, കണ്ണൂർ ജയിലിൽ എല്ലാം നടക്കും എന്നാണ് നമ്മളുടെ അറിവ്. അതായത് ഞങ്ങൾ സാധാരണ നമ്മളെ രാഷ്ട്രീയക്കാർ ഈ സർക്കാരിനെതിരെ സമരം ചെയ്ത് അതിനകത്തുനിന്ന് അവരെ കാണാൻ പോകണമെങ്കിൽ എത്ര റൂൾസും റെഗുലേഷൻസും ഈ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഈ കുറ്റവാളികളെയൊക്കെ കാണുന്നതിനും അവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ട് ഞെട്ടിപ്പോവുകയാണ്. നിങ്ങളെ ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഗോവിന്ദച്ചാമിയ. അല്ല, ഞാൻ പറയട്ടെ കിരണെ, ഒരു സെക്കൻഡ് കൂടി കിരണ, ഞാൻ ചോദിച്ചോട്ടെ. ഇന്ന് പോലീസ് പുറത്തുവിട്ടൊരു ചിത്രമുണ്ട് ഗോവിന്ദച്ചാമിയുടെ, പഴയ ഒരു ചിത്രം, താടിയൊന്നും ഇല്ലാത്ത ഒരു മൊട്ടയടിച്ച് സാധാരണ ഒരാളുടെ. പക്ഷെ പിടിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം താടിയും മുടിയും വളർത്തിയിരിക്കുന്നു. അതായത് ജയിലുദ്യോഗസ്ഥർ പറയുന്ന അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തെന്ന്, താടി വളർത്താനും മുടി നീട്ടി വളർത്താനും പെർമിഷൻ കൊടുത്തെന്ന്. ഇദ്ദേഹം ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണോ അങ്ങനെ ജയിൽ വകുപ്പ് പെർമിഷൻ കൊടുക്കുവാൻ വേണ്ടി? അപ്പോൾ ഞാൻ പറയുന്നു, ഇത് എന്തായാലും കുത്തഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ ഭരണവും ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പും. അതിന്റെ ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും ഈ കണ്ണൂർ ജയിലിലും നടക്കുന്നതാണ് എനിക്ക് വ്യക്തമായി പറയാനുള്ളത് കിരണ. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. YG presents News 18 Anti-Drugs Awareness Campaign. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും ഒരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക എന്നറിയില്ല. ഒരമ്മ എന്നോട് പറഞ്ഞതാ, എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അരുതരുതു മക്കളെ, നിങ്ങൾ ഈ വഴിയിലൂടെ അറിയാതെ പോലും. നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചു കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നൊരു, നമ്മൾ നമ്മുടെ ലൈഫിനെയാണ് സ്പോയിൽ ചെയ്യുന്നത്. ഈ സ്റ്റേജ് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുന്നു. ഞാൻ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ അതൊരു തന്ത വൈബായി പോകും. നോ പറയേണ്ടത് നോ തന്നെ പറയണം. ജസ്റ്റ് സേയിങ് നോ ടു ഡ്രഗ്സ്, അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവില്ല. കണ്ണൂരിൽ
സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ പുറത്തു ചാടിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുധാകരനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സുധാകരൻ, കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് വിവാദപരമായ പല വാർത്തകളും സംഭവങ്ങളും ഒക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതേ സെൻട്രൽ ജയിലിൽ അതീവ സുരക്ഷാ സംവിധാനത്തോടുകൂടി 10-ാം ബ്ലോക്കിൽ കഴിഞ്ഞ ഗോവിന്ദച്ചാമി എന്ന ഇന്നിപ്പോൾ കേരളത്തിലെ ജയിലിൽ കഴിയുന്നതിൽ ഏറ്റവും വലിയ ക്രിമിനൽ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ക്രിമിനൽ എന്നൊക്കെ പറയാവുന്നവരിൽ ഒരാൾ തന്നെയാണ് ഉറപ്പിച്ച് പറയാവുന്ന ഗോവിന്ദച്ചാമി അനായാസം ജയിൽ ചാടി പുറത്തു പോകുന്ന അവസ്ഥയുണ്ടാകുന്നത്. എവിടെയാണ് ഈ സിസ്റ്റത്തിന് ഇത്രമേൽ പിഴവുണ്ടാവുന്നത്? അത് തന്നെ പിഴവുണ്ടാവുന്നത് പറഞ്ഞാൽ ജയിൽ അധികൃതർ ഒത്താശ മാത്രമാണ്, അല്ലാതെ അയാൾക്ക് പറ്റൂല. ഇല്ലെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക ആളാ. എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഈ ഭാഗത്തില്ല, ഞാൻ കണ്ണൂരാണ്. പുറത്ത് ഗോവിന്ദച്ചാമിനെ എല്ലാവർക്കും അറിയാം. നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അത് കൈകാര്യം ചെയ്യാൻ നമ്മളെ വിടൂല്ലോ. അത് മാത്രം മതി. ആ കൈകാര്യം ചെയ്യാൻ നിയമം അതിനെ അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. ശരി, അങ്ങനെ അല്ല. യഥാർത്ഥത്തിൽ ഇതിലെ ജയിലിൽ കിടക്കുന്ന ഒരാളെ അവിടെ തന്നെ കിടത്തേണ്ട ഉത്തരവാദിത്തം ഉള്ളത് ജയിൽ വകുപ്പിനാണ്. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, താങ്കളെ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്, എന്ത് പറ്റി? എനിക്ക് കോവിഡ് വന്ന് കിടപ്പായിരുന്നു. ഇപ്പൊ കോവിഡ് വന്നോ? കോവിഡ് വന്ന് ഞാൻ പൂനെ വരെ പോയായിരുന്നു. അവിടുന്ന് കിട്ടിയതാ 100 ഗ്രാം കിട്ടി. അതിങ്ങനെ വളർന്ന് വല്ലാത്ത രീതിയിലായി. 15 ദിവസം കിടപ്പായിരുന്നു. അതിനുശേഷം പിന്നെ 10 ദിവസം റിക്കവറി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നല്ല ഒന്നുകൂടെ ഒന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത്. ഉണ്ടായിരുന്നു ഇടയ്ക്ക് യാത്രയില്ലായിരുന്നു. കാരണം ശരീരം വല്ലാതെ അങ്ങ് ഭയങ്കര ക്ഷീണമായി പോയി. വെറും വൃത്തികെട്ട ഒരു അസുഖമാണ് ഇത്, ഈ കോവിഡ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ മോശമായ ഒരു കണ്ടീഷനിലായിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ ആള് വളരെ മിടുക്കണം. ഞാൻ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പുള്ളിയെ പ്രതിരോധ വകുപ്പ് മന്ത്രിയോ വല്ലതും ആക്കണം. കാരണം എനിക്ക് തോന്നുന്നു പാകിസ്ഥാനൊക്കെ അടിക്കാൻ കൊള്ളാവുന്ന പറ്റിയ ഒരാളാണ്. ഇത്രയും ബുദ്ധിയുള്ള ഒരാളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സിസ്റ്റത്തിന്റെ തകരാറാന്ന് പറഞ്ഞു ഓരോരുത്തർ ഇവിടെ പറയുന്നു. പിന്നെ കേരളത്തിലെ ഭരണത്തിന്റെ കുഴപ്പമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടു. സത്യമാണ്. കാരണം വെച്ചാൽ അമേരിക്കയിലെ പിന്നെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നത് ഇത്രയും വലിയ സെക്യൂരിറ്റി ഉള്ള അമേരിക്കയില് 3 പ്ലെയിൻ ഇടിച്ചതാകത്ത് 4000 പേരെ കൊന്നു, ബിൽഡിംഗും താഴെ ഇട്ടു. ഏറ്റവും വലിയ മൊസാദ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഉള്ള ഇസ്രായേലില് പിന്നെ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇടിച്ചു കയറി 1500 പേരെ കൊന്നു, 200 പേരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അപ്പൊ പിന്നെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉള്ള ഇന്ദിരാഗാന്ധി നടന്നു പോകുമ്പോ പുറയുന്ന പിന്നെ സർദാർ വെടിവെച്ച് കൊന്നില്ലേ? അതെല്ലാം നടക്കും. ഇതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പിണറായി വിജയൻ രാജിവെക്കണം, പിന്നെ നമ്മുടെ VD സതീശനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന്, എന്നാലേ നടക്കത്തുള്ളൂ ഈ കാര്യം. ശ്രീ ബിന്ദു ആണ്, വയനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിന്ദു, കേരളത്തിലെ ഒരു കൊടും കുറ്റവാളിക്ക് ഇത്ര അനായാസമായി രക്ഷപ്പെടാൻ കഴിയുന്ന സംവിധാനവും സുരക്ഷയും മാത്രമേ ഉള്ളൂ നമ്മുടെ ജയിലുകളിൽ? അത് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല സാറേ, അത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമല്ലേ? ആ ഉദ്യോഗസ്ഥന്മാർ കുഴപ്പം കൂടാതെ ജോലി ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തം ആ സിസ്റ്റത്തെ നയിക്കുന്ന ആളുകൾക്കില്ലേ? ആളുകൾക്കുണ്ട്. അങ്ങനെയുള്ള തീരെ ഉണ്ടു ഉറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിയിട്ട് നല്ല ചുറുചുറുക്കുള്ള ആൺകുട്ടികളെ നിർത്തി. അത് ചെയ്യാതിരുന്നിട്ടല്ലേ? ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഉണ്ടായതല്ലോ. ഇയാൾ കാലങ്ങളായി കാത്തിരിക്കുന്നു. ഇയാൾ എത്രയോ സുരക്ഷാ ലെയറുകൾ സ്വന്തം 1.5 മാസമായിട്ട് കമ്പി മുറിച്ചിട്ട് നൂല് കെട്ടി എന്ന് പറയുമ്പോ ഇവരെവിടെയാ നോക്കുന്നത്? കമ്പിയില് നൂല് കെട്ടിയിട്ട് ആക്കുവാന്നല്ലേ പറയുന്നേ എന്നൊക്കെ പറയുന്നു. ഇവർ ഇനി പറയുന്ന കഥകളൊക്കെ ഏതൊക്കെ ശരിയാണ് തെറ്റാണെന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. കൊറേ നേരമായി നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണല്ലോ. ശരി, ഹലോ, കേക്കാം, പറഞ്ഞോളൂ. ശ്രീ മുരളീധരനാണ് വയനാട് നിന്നും. ശ്രീ മുരളീധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാർ, ഇത് എനിക്ക് തോന്നുന്നത് ഈ ഗോവിന്ദച്ചാമിക്ക് പുറത്ത് സംസ്ഥാനത്തിന് പുറത്തോ വ്യക്തികളോ ആയിട്ട് ഉഗ്രമായ ബന്ധമുണ്ട്. ഇനി സംഘടനയാണെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരു നാടോടിക്ക് ഇങ്ങനെ സുപ്രീം കോടതി പോകാനും വിജയിച്ചു വരാനും ഒന്നും സാധ്യമല്ല. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഏതോ പ്രധാനപ്പെട്ട ഒരാളെ ഉന്നം വെച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമി ആയിക്കോണമെന്നില്ല, ഗോവിന്ദച്ചാമിയെ ഉപയോഗിക്കാനായിരിക്കാം. അപ്പൊ അതിനുവേണ്ടി ഇദ്ദേഹത്തിന് ഈ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ രാവിലെ തൊട്ട് ഇത് കാണുകയാണ്. ഉച്ചയ്ക്കാണ് ഈ താടിയുള്ള ഗോവിന്ദച്ചാമിയെ കാണുന്നത്.
അപ്പൊ അതുകൊണ്ട് ഇവരിത് പുറത്തുവിടാത്തതും ഗോവിന്ദച്ചാമിക്ക് അവിടുന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തു വിടുന്നത്. അപ്പോഴത്തേക്കും ഇത് സംഘടിപ്പിച്ച ആൾക്കാർക്ക് ഗോവിന്ദച്ചാമിയെ ഒരു പക്ഷേ സംസ്ഥാനത്തിന്റെ അതിർത്തി കടത്തി വിടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എവിടെയോ അല്പം പിഴച്ചു, അതുകൊണ്ട് പിടിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതും ആ 2 നാട്ടുകാര് നീ ഗോവിന്ദസ്വാമി എല്ലായിടാന്ന് ചോദിച്ചു അവരുടെ പുറകെ ഓടിയതുകൊണ്ട് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്കും പോലീസൊക്കെ എറിഞ്ഞു, സംഗതി ഉഷാറായി. പക്ഷെ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പം ആളൂരില്ലാത്തത് കൊണ്ട് ഗോവിന്ദസ്വാമിക്ക് ലേശം മോശം വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല ഇത് കേരളമല്ലേ, കേട്ടില്ല പറഞ്ഞോളൂ. അല്ല, അത്രയേ ഉള്ളൂ സാറേ. ശരി, ഓക്കെ. ശ്രീ മുരളീധരനാണ് സംസാരിച്ചത് വയനാട് നിന്നും. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ സനലാണ് ഹരിപ്പാട് നിന്നും. ശ്രീ സനൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എവിടെയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ? ഏതെങ്കിലും ഒരാളുടെ പിഴവാണ് എന്ന് പറയാൻ കഴിയില്ല. ഒന്നിലേറെ ആളുകളുടെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഒക്കെ പിഴവ് ഇതിൽ ഉണ്ട്. ചിലരുടെ ഒത്താശയും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, കണ്ണൂർ പോലുള്ള ഒരു കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരു അതിസുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമിയെ പോലുള്ള ഒരു ക്രൂരനായ ഒരു ക്രിമിനല് പുറത്തു ചാടിയെന്ന് പറയുന്നത് തന്നെ വളരെ ഗൗരവമായ സംഭവം. രാവിലെ മുതലേ നിങ്ങളുടെ വാർത്ത ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വാർത്തയിലെല്ലാം പറഞ്ഞത് അത്രയും സുരക്ഷയുള്ള 7 മീറ്ററോളം പൊക്കമുള്ള മതിൽ ചാടി അതിൽ ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈനിനെ പോലും വകവെക്കാതെ അത്രയും ഹൈറ്റിൽ നിന്ന്, ഇല്ല നമ്മളില്ല സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു രംഗം, ഇങ്ങനെ ചാടിപ്പോയിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. അത്രയും ഹൈറ്റിൽ നിന്ന് ഒരാൾ ചാടി പുറത്ത് വന്ന് രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ അത് സുരക്ഷയുടെ പാളിച്ച തന്നെയാണ്. സുരക്ഷാ പാളിച്ച നല്ലവണ്ണം ഉണ്ടത്. അതിൽ ഉദ്യോഗസ്ഥ തലത്തില് സമഗ്രമായ അന്വേഷണം നടത്തി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആൾക്കാരെ എല്ലാം മാറ്റി പുതിയ ആൾക്കാരെ അവിടെ നിയമിക്കണമെന്നാണ് എൻ്റെ ഒരു കാര്യം. അതോടൊപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞോളൂ സാർ, നമ്മുടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോ ഒരു ക്രൂരമായ ഒരു കൊലയാളി നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ ജനങ്ങളുടെ വികാരം അതേ വികാരമാണ് മറ്റൊരു രാജ്യത്ത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നമ്മൾ മറ്റു വിഷയങ്ങളുമായി ഇതുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. നമ്മളിപ്പോ അതിലിപ്പോ പറയാനായിട്ട് രാഷ്ട്രീയപരമായിട്ടൊന്നും പറയാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ജയിലിലെ വേണ്ടപ്പെട്ട മേധാവികളുടെയും അവരുടെ താഴെ ഇതിന്റെ സെക്ഷൻ നോക്കുന്ന സാറന്മാരുടെയും കഴിവ് കുറവ് അല്ലെങ്കിൽ ഒത്താശ. കാരണം ഈ അഴി കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ അതിന്റെ മെഷീനറി എങ്ങനെ ഇവന് കിട്ടി, ഇദ്ദേഹത്തിന് കിട്ടി. അതേപോലെ ഇത് കട്ട് ചെയ്യുമ്പോൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അതിന് താഴെ കടയൊക്കെ കളിക്കുന്ന ഏതെങ്കിലും ഓഫീസേഴ്സോ കളിച്ച കളിയാണോ, ഒത്തുനിന്ന കളിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ചാനലുകാർക്ക് വിഷന് സത്യം പറയണെങ്കിൽ റെഡ് സൊല്യൂട്ട് പറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുണ്ടായി നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടി ഇത്തിരി നേരം വൈകിയെങ്കിലും സകല ചാനലും അതെവിടെയൊക്കെയാണ് ഈ ചാനലിന്റെ പ്രസക്തി എടുത്ത് പറയുന്നത്. കാരണം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ചാനലിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് മൊത്തം ചാനൽ അത് ഫ്ലാഷ് ചെയ്തു, അവിടെ ഇവിടേക്ക് ആൾക്കാർ കണ്ടു, അത് കണ്ട് ആൾക്കാർ രംഗത്തിറങ്ങി. അതുപോലെ ഇതിനു വേണ്ടി പൊതുരംഗത്തിറങ്ങിയ ആ ഇതിനെ എത്തിപ്പിടിക്കാനും ഇവരെ ബ്ലോക്ക് ചെയ്യാനും അതേപോലെ അതിനൊപ്പം നിന്ന പോലീസ് സാറന്മാരോടും ആദ്യം തന്നെ നന്ദി പറയട്ടെ. അപ്പൊ ചാനലിന്റെ നല്ലൊരു കടപ്പാടുണ്ട് കേട്ടോ. ഓക്കെ. ശ്രീ ശശിധരനാണ്, കൊടുവള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരാൾക്ക് ഈ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും കടന്ന് ജയിലിൻ്റെ അഴിമുറിച്ച് മറ്റ് കമ്പി ചാടി മറ്റൊരു മതിൽ ചാടുന്നു, വീണ്ടും മതിൽ ചാടുന്നു, ഇലക്ട്രിക് ഫെൻസിങ്ങുകളെടുത്ത് കറണ്ട് ഇല്ലാതെ ആവുന്നു, ഇതെല്ലാം കടന്ന് ഇയാൾക്ക് അത്ര അനായാസം പുറത്തു വരാൻ എങ്ങനെയാണ് കഴിയുന്നത്? നമസ്കാരം, പറഞ്ഞോളൂ. പിന്നെ കേരളത്തില് പല സംഗതികളും നടക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലൊരു സംഗതി ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതും. പിന്നെ ഭാര്യ ഭർത്താവിനൊക്കെ വെട്ടിക്കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു. ഈ അടുത്ത ദിവസവും ടി വിയിൽ കണ്ട ഒരു മാഷെ കാൽ വെട്ടി മാറ്റിയ ഒരു അനുഭവം. അതുപോലെ ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി അവര് ജയിലിൽ പോയി കുറച്ച് കിടക്കുക. അതുപോലെ ഒരാളങ്ങനെ കുറച്ച് കിടക്കട്ടെ, പോയിട്ട് എന്നാലും വേണ്ടിയില്ല. അത് ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടത്.
ശരി. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ ഏലിയാസ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് അനായാസമായ ഒരു കൊടും ക്രിമിനലിനെ പുറത്തു പോകാൻ ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് ദുർബലമായി മാറുന്നത്? ഏലിയാസിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടോ എന്ന് നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി ഇതിനിടയിൽ നോക്കേണ്ടതുണ്ട്. പ്രധാനമായും ചില കമൻറ്റുകളൊക്കെ നമുക്ക് വായിക്കാൻ തന്നെ പ്രയാസമുണ്ട്. അത്തരം കമൻറ്റുകൾ ഒഴിവാക്കുന്നു. ഇവനെ തുറന്നു വിട്ടതല്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് മുരളീധരൻ നായർ അമ്മൻ ചോദിക്കുന്നു. അത് എന്തിനാണ് എനിക്കറിയില്ല, തുറന്നു വിട്ടതാണോ അല്ലയോ എന്നൊന്നും. തുറന്നു വിടാനുള്ള സാധ്യത എന്തായാലും കാണുന്നില്ല. ഒരു സാമാന്യ ലോജിക്കിന് പെടുന്നതല്ലല്ലോ ഒരാളെ തുറന്നു വിടുക എന്നുള്ളത്. അയാൾക്ക് ശിക്ഷയുടെ കാലാവധി തീരാനും ഇനി അധിക കാലമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത്. ഷെറിൻ പുറത്തുണ്ട്, ചാമി അങ്ങോട്ട് പോയതാവും എന്നൊക്കെ പറയുന്നു. അത് ശരി. ഇവനെ ജയിൽ താടി വളർത്താൻ അവസരം കൊടുത്തവൻ ആരും അവരെ പിരിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് താടി വളരില്ലല്ലോ എന്ന് പറയുന്നു. രാജൻ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ട്രംപിനേക്കാൾ പിണറായി മികച്ചതാണെന്നാണ് പറയുന്നതെന്നൊക്കെ ജയകുമാർ പറയുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു, ഇവൻ പുറത്തു വെച്ച് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ സർക്കാരിന് വോട്ട് കൂടുമായിരുന്നു, എന്തോ ദുരൂഹത തോന്നുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഗ്ലാഡിയേറ്റർ കേരളത്തിൽ അങ്ങനെ ഒരു എൻകൗണ്ടർ കൊലപാതകം എന്ന് പറയുന്നതൊക്കെ മറ്റ് പല സംസ്ഥാനങ്ങളിലും യു പിയിലും ഒക്കെ ഉണ്ട്, തമിഴ്നാട്ടിലൊക്കെ അതിൻ്റെ ആക്ഷേപങ്ങളൊന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ കാര്യമായ ആക്ഷേപങ്ങൾ അത്തരത്തിൽ വന്നിട്ടില്ല. അത് നേരത്തെ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അങ്ങനെ ഒരു ആക്ഷേപം വന്നത്. അങ്ങനെ വ്യാപകമായി കേരളത്തിൽ അങ്ങനെ ആക്ഷേപം വരുന്നൊരു സംസ്ഥാനമല്ല കേരള പോലീസിന്. അങ്ങനെയൊക്കെ ചില നല്ല കാര്യങ്ങൾ കൂടി ഉള്ള ഒരു പോലീസാണ്. മറ്റൊരാൾ പറയുന്നു, കോവിഡ് വന്നപ്പോൾ അത് ഒരാളെ കളിയാക്കുകയാണ്. അങ്ങനെ മറ്റു ചില കമൻറ്റുകൾ കൂടിയുണ്ട്. ഗോവിന്ദൻ ചാമി ആളൂർ വക്കീൽ മരിച്ചതറിയാതെ വലിച്ചതറിഞ്ഞ് ബലിയിടാൻ പോയതാണ് പാവം എന്നൊക്കെ പറയുന്നു. നമ്മൾ മരിച്ചുപോയ ഒരാളെക്കുറിച്ച് അങ്ങനെ പറയുന്നത് അയാൾ ഓരോരുത്തർക്കും വക്കീൽ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് അയാളുടെ തൊഴിലിൻ്റെ ഭാഗമായി ആരുടെയും വക്കാലത്തെടുക്കാൻ, അല്ലെങ്കിൽ സർക്കാർ അയാൾക്ക് ഒരു വക്കാലത്തിൻ്റെ അഭിഭാഷകനെ കൊടുക്കും. ആളൂർ വന്നില്ലെങ്കിൽ മറ്റൊരാളെ കൊടുക്കും. അത് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പിരപ്പൻകോട് മുരളിയുടെ വിവാദ പ്രസ്താവനയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ പാർട്ടിക്കാരെ കൊണ്ട് ചെയ്യിച്ചാണ് സംസാരമുണ്ടെന്ന് ജയകുമാർ. അങ്ങനെ ഒരു വലിയ വിവാദത്തിലേക്കൊന്നും പോയില്ലല്ലോ, അതിൻ്റെ സമയം കഴിയുകയൊക്കെ ചെയ്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ടീഷർട്ടൊക്കെ ഇട്ട് ചാമി സുന്ദരനായാലും എന്ന് ഗോളാന്തര യാത്ര പറയുന്നു. വെടിവെച്ച് കൊല്ലുന്ന അവസരം ഇല്ലാതാക്കി പോലീസ് എന്ന് കണ്ണൂർ മച്ചാൻ പറയുന്നു. അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. നമുക്ക് മറ്റു ചില പ്രഷറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷാജിയാണ് അഞ്ചലിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ കാണുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ശരിയായ രീതിയിലുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇതിന്റെ പ്രശ്നം. കറക്റ്റ് ശിക്ഷ അതാത് സാഹചര്യ നിയമത്തിൽ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുത്തില്ല. ഒരു പെൺകുട്ടിയെ തള്ളിയിട്ട് ട്രെയിനിന് തള്ളിയിട്ടു, പിന്നെ അതിനെ റേപ്പ് ചെയ്തു, ഇതെല്ലാം ചെയ്തിട്ടും ഇദ്ദേഹം ഇത്രയും നാൾ ജയിലിൽ കിടന്ന് വീണ്ടും കറക്റ്റായ ഒരു ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുത്തില്ല. ഇതാണ് എന്റെ കാഴ്ചപ്പാട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ തോമസ് ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ തോമസ്, താങ്കൾ എങ്ങനെയാണ് ഇത്തരമൊരു ജയിൽ ചാട്ടത്തെ, ഒരു അസാധാരണമായ ജയിൽ ചാട്ടത്തെ കാണുന്നത്? ശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി, എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒരു ജയിലിൽ നിന്നും വളരെ അനായാസം ഒരാൾ ചാടി പുറത്തു പോകുന്നൊരവസ്ഥ, എവിടെയാണ് നമ്മുടെ സിസ്റ്റത്തിന് പിഴവ് സംഭവിച്ചത്? നമസ്കാരം. ഇത് ആക്ച്വലി സുരക്ഷാ വീഴ്ചയുടെ അങ്ങേയറ്റത്തെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ്. കാരണം ഈ ഗോവിന്ദസ്വാമി ഒരു കൊടും കുറ്റവാളിയാണ്. ഇയാളെ എന്തുകൊണ്ട് ചങ്ങലയ്ക്ക് ഇടുന്നില്ല? എന്താ പ്രശ്നം? എന്നാ ആരാ ചോദിക്കാൻ വരുന്നത്? ഏത് മനുഷ്യാവകാശ കമ്മീഷനാണ് വരാൻ പോകുന്നത്? ഇത്രയും വലിയ കോടികൾ ഇനി പോട്ടെ, ഇന്നിപ്പോ പിടിച്ചോണ്ട് വന്നില്ലേ, ഇവനെ പിടിച്ചോണ്ട് വന്നല്ലോ. അപ്പൊ രണ്ട് പോലീസുകാർ അപ്പുറത്ത് ഇപ്പുറത്ത് പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ ഹണിമൂണ് പോകുന്നതല്ല കെട്ടിപ്പിടിച്ചോണ്ട് ഇവന്റെ കൈയിൽ കൂടെ കട്ടത്തിനിടെ കൂടെ കൈയിട്ടിങ്ങനുണ്ട്. അവനെ തുടരിലിട്ട് രണ്ട് അടിയും കൊടുത്തോണ്ട് വരുന്ന കാണിക്കാൻ പറ്റായിരുന്നോ? അതെന്താ ചെയ്യാത്ത പോലീസുകാര്? പോലീസുകാർക്ക് ഇതിനെല്ലാം ഓരോ നിയമമില്ലേ? അങ്ങനെ അല്ലല്ലോ, അതിനകത്ത് നിയമപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ വീഴ്ച ഉണ്ടായാലും വീഴ്ചയായിട്ട് അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളെ നമുക്ക് നിയമത്തിന്റെ വഴി അവർക്ക് പോലീസ് പെട്ടെന്ന് തന്നെ ഉണർന്ന് പിടിക്കാനും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ചങ്ങലക്കിട്ട എന്തുകൊണ്ട് ഇല്ല എന്നുള്ള ചോദ്യമൊന്നും കാര്യമില്ല. അവരുടെ കയ്യിൽ നിന്ന് ചാടിപ്പോകുന്നത് അവർക്ക് ഉറപ്പുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കൂ. 20 കൊല്ലം മുമ്പ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു പ്രതിയെ ആന്ധ്ര പോലീസ് കൊണ്ടുവന്ന രംഗം ഞാൻ കണ്ടതാ. ഇവിടെ വട്ടപ്പള്ളി സ്ഥലത്ത്, അതായത് കാലെ കൂടെ ചങ്ങലയിട്ട് പുറത്തോടിട്ടിട്ട് അവന്റെ കയ്യേലിട്ടിരിക്കുക. എന്നിട്ട് അടിച്ചോണ്ടാ കൊണ്ടുവന്നേ. അടിച്ചോണ്ട്
അറിയാവോ? ഈ അത് അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അത് ഓരോ ഇപ്പൊ നമ്മളൊരു സമരം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതാണ് ഒരു കൊടും ക്രിമിനൽ ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. അതെ 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 അത് അങ്ങനെ ഒരു വിഷയം വൈകാര്യത മനസ്സിലാക്കുന്നു ശ്രീ ഗോവിന്ദൻ. അവൻ ടാറ്റ കൊടുക്കുന്നു, അതിനിടയ്ക്ക് ഇപ്പം പല്ല് കുത്തിയിട്ടെല്ലാം കളയുന്നവനായിട്ട് അതിനിടയ്ക്ക് എന്തോ ചിക്കനോ മട്ടനായിട്ടോ കഴിച്ച പോലെ എന്നിട്ട് ടാറ്റ കൊടുക്കുന്നു. പബ്ലിക്കിനെ കളിയാക്കല്ലേ? ഇവിടെ ഇപ്പൊ പോലീസിനെ ആക്രമിക്കല്ലേ പ്രതികള്? ഇപ്പൊ തൃശ്ശൂർ കണ്ടില്ലേ? ഇതെന്നെ ഇപ്പം ചെയ്യേണ്ട നടപടി അപ്പം കൊടുത്താലേ ഇത് നിൽക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ക്രിമിനലിനെ കൊണ്ടുവരുമ്പം അതുപോലെ പ്രദർശിപ്പിച്ച് കൊണ്ടുവരണം. ചങ്ങലക്കിട്ട് അടി കൊടുത്തോണ്ട് വരണം. എല്ലാവരും കാണണ്ടേ? ശരി, ഓക്കെ. അത് സ്വാഭാവികമായും മനുഷ്യർ ഇങ്ങനെ ഒരു കൊടും കുറ്റവാളിക്ക് ഈ തരത്തിലൊക്കെയുള്ള സൗകര്യങ്ങൾ കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു ധാർമ്മികതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ കൂടിയാണ്. ശ്രീ ശിവദാസ് ബാബു ആണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ശിവദാസ് ബാബു, താങ്കൾ കണ്ണൂരുകാരൻ തന്നെയാണല്ലോ. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഭാഗത്ത് നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ എങ്ങനെയാണ് കാണുന്നത്? തലശ്ശേരിക്കാരനല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. എന്നുവെച്ചാൽ ഇത് വെറും ഒരു രാഷ്ട്രീയപരമായിട്ട് പറയാൻ വെച്ചാൽ ഇവരെ തകർച്ചയായത് ഇവരെ തകർച്ചയാണ് ശരി, താങ്കളെ TV മ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രഷറുടെ ഭാഗത്തു നിന്നും അതിനിശ്ചിതമായ വിമർശനമാണ് ജയിൽ വകുപ്പിന് നേരെ അടക്കം ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരാൾ മാത്രമാണ്, ഇതൊരു വീഴ്ച ഒന്നുമല്ല, വലതുപക്ഷ മാധ്യമങ്ങളാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന മട്ടിലൊക്കെ പ്രതികരിച്ചത്. അങ്ങനെ പ്രതികരിക്കുന്ന ആളുകളും നമുക്കിടയിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് കുറച്ച് സമയമൊക്കെ കൊടുത്തത്. ആളുകൾ കേൾക്കണമല്ലോ ആൾക്ക് ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നത്. അങ്ങനെ തന്നെയാണ് സമയം കൊടുത്തത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയമായി ഇപ്പോൾ നേരം വൈകുന്നേരത്തിൽ രേണുക MG എത്തും.